of the Lord Jesus Christ, sharing the word to a world that's lost, giving and serving till we see Him at last. We will live for God, whatever the cost. God's grace is rich, God's grace is bountiful. To His church He is ever so faithful, as we labor in love and with tears. God's grace is wonderful, so rich and so bountiful, all through the years, all through the years. We see God's hand, we know that His promise and strong, His words are true. The gospel we preach is the saving souls, broken hearts and lives. He makes them whole. God's grace is rich, God's grace is bountiful. To His church He is ever so faithful, as we labor in love and with tears. God's grace is wonderful, so rich and so bountiful, all through the years, all through the years. Happy anniversary, William and Daddy. Stay happy and healthy. Hi, Uncle and Auntie. So, congratulations for your 50th wedding anniversary. അങ്ങനെ രണ്ടുപേരും കൂടി ഹാഫ് സെഞ്ചുറി അടിച്ചിരിക്കുന്നു. ഇനി സെഞ്ചുറി അടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്റ്റേ സ്ട്രോങ് ആൻഡ് ഹെൽത്തി. ആരോഗ്യം ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക. താങ്ക്സ്. 50ാമത്തെ വിവാഹവാർഷിക ആഘോഷിക്കുന്ന ചാച്ചനും ആൻറ്റിക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. Happy anniversary. താങ്ക് യു. ഹായ് ചാച്ച, ഹായ് ആന്റി. 50ാം വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ചാച്ചനും ആന്റിക്കും എല്ലാവിധ ആശംസകളും. ഗോഡ് ബ്ലസ് യു. 9ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ചാച്ചനും ആൻറ്റിക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക വിവാഹ വാർഷിക ആശംസകൾ. Happy 50th wedding anniversary, Auntie and Uncle. Wish you all the best and all the happiness, and God bless you. Happy wedding anniversary, Auntie and Uncle. ഹലോ ചാച്ചൻ ആൻറ്റി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എനിക്ക് ലീവ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ വന്നോന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ലീവില്ല, കിട്ടിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, ബൈ. Happy 50th wedding anniversary to Daddy and Mummy. 50 വർഷം പിന്നിട്ടതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും കാലം ദൈവഭയമുള്ള ഒരു ഫാമിലിയായിട്ട് കഴിയുവാൻ കിട്ടിയതിൽ കർത്താവിനെ സ്തുതിക്കുകയാണ്. പറയാനാണെങ്കിൽ ഒത്തിരി തന്നെ പറയാനുണ്ട്. എന്നാൽ ഈ അവസരത്തിൽ ദൈവം ആയുസ്സും ആരോഗ്യം തരട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു, പ്രാർത്ഥിക്കുന്നു. പല കാര്യങ്ങളും ഡാഡിയിൽ നിന്നും പഠിക്കാൻ സാധിച്ചു. എങ്ങനെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നു, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തെ ആശ്രയിപ്പാൻ ഡാഡിക്ക് ദൈവം തന്ന കൃപയെ ഓർത്ത് കർത്താവെ സ്തുതിക്കുന്നു. മമ്മിയെയും അതുപോലെ ഓർക്കുന്നു. ഏത് അവസരത്തിലും ദൈവത്തെ ആശ്രയിപ്പാൻ തന്ന കൃപയ്ക്കും സ്തുതിക്കുകയാണ്. ദൈവം ഇനിയും വർഷങ്ങൾ നിങ്ങൾ സന്തോഷമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് എല്ലാ മഹത്വം ഈ സമയത്ത് നേരുന്നു. Happy 50th wedding anniversary. Love you.
മമ്മി ഡാഡി ഹാപ്പി 50th വെഡ്ഡിങ് ആനിവേഴ്സറി. ഈ ദിവസം വളരെ സന്തോഷമുണ്ട്. എന്താ ഇപ്പോൾ പറയേണ്ടതെന്ന് അറിയത്തില്ല. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ഞാൻ ഈ ഒരു ഇതിൽ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു പൊസിഷൻ വരെ എത്താൻ എല്ലാത്തിനും ഫുൾ ക്രെഡിറ്റ് നിൽക്കാം. അതിലും ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ദൈവഭയമുള്ള പിള്ളേരായി വളർത്തി. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിലേ മുതൽ ഈ ദിവസം വരെ ഞങ്ങൾ കാണുന്ന ഡാഡിയും മമ്മിയും ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതെ കിടന്നിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പൈസ ഇല്ലാത്ത സമയത്തും ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് ഏറ്റവും നല്ല മോറൽ വാല്യൂസ് തന്നു. അതുകൊണ്ടൊക്കെ ഞങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും ഞങ്ങൾക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ വേറെ ഈ ലോകത്ത് വേറൊരു പേരൻസും കാണത്തില്ല. ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സിംപ്ലിസിറ്റി. പിന്നെ ഇത്രയും അധ്വാനിക്കുന്ന രണ്ടുപേരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും അറിയാനുള്ള ഓരോ ഇൻട്രസ്റ്റ് ഇതുപോലെ ഒരു പേരൻസും കാണത്തില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മോളായിട്ട് ജനിക്കാൻ പറ്റിയേ എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട്, ദൈവം ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് 3 പേർക്ക് അവിടെ വരണം എന്നുണ്ടായിരുന്നു. പക്ഷേ വരാൻ പറ്റിയില്ല. ദൈവം സഹായിച്ച അടുത്ത് തന്നെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാം. ഇനിയുള്ള വർഷങ്ങൾ ദൈവം എല്ലാ സന്തോഷങ്ങളും സമാധാനവും എല്ലാം ആരോഗ്യം എല്ലാം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Valki PPP Amani, happy 50th wedding anniversary. അപ്പോൾ 50 years കഴിഞ്ഞില്ലേ, കൊള്ളാം. Congratulations to both of you and I pray that you have a blessed life. ഹാപ്പി ആനിവേഴ്സറി വിഷസ് ഡാഡി മമ്മി. ശരിക്കും ഈ ഒരു അവസരത്തിൽ എന്തുവാ പറയേണ്ടതെന്ന് അറിയത്തില്ല. എന്നാലും ഇത്രയും നാളും 50 years ദൈവം കാത്തുകൊണ്ടതിന് അത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഞങ്ങൾക്ക് മക്കൾക്ക് ശരിക്കും ഇത്രയും നന്നായിട്ട് ഇത്രയും മക്കളെ സ്നേഹിക്കുന്ന ഒരു പേരൻസിനെയും ഇത്രയും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് നല്ല ഒരു ഗുഡ് ഹ്യൂമൻ ബീങ് ആണെന്ന് ഞങ്ങൾ കണ്ടു വളർന്നത് ഡാഡി മമ്മീന്നാണ്. അപ്പോൾ എത്ര കഷ്ടത ഉണ്ടായിരുന്നപ്പോഴും ഞങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് തരണം എന്നുള്ളതായിരുന്നു നിങ്ങളുടെ എപ്പോഴും ഉള്ള ആഗ്രഹം. അപ്പം ഞങ്ങൾക്ക് അത് എത്രമാത്രം തിരിച്ചു തരാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. എപ്പോഴും ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് എന്നാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയില്ല. എന്നാൽ ഈ ഒരു സമയത്ത് ഞങ്ങൾ നാട്ടിൽ വന്നെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ അത് നടന്നില്ല. എന്നാലും ഞങ്ങളുടെ എല്ലാ വിഷസും ഒത്തിരി സ്നേഹത്തോടെ ഓക്കെ 50th ആനിവേഴ്സറി വിഷസ്. ഹാപ്പി 50th ആനിവേഴ്സറി വിഷസ് ഡാഡി മമ്മി. ഹാപ്പി 50th വെഡിങ് ആനിവേഴ്സറി ഡാഡി അമ്മീഞ്ഞ. മേ ഗോഡ് ബ്ലെസ് യു. ഇപ്പൊ നാളത്തെ ദിവസത്തില് നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കും കേട്ടോ. ഹലോ ഡാഡി ആൻഡ് മമ്മി. അപ്പോൾ ഹാപ്പി 50th വെഡ്ഡിങ് ആനിവേഴ്സറി, ഗോൾഡൻ ജൂബിലി. നമ്മുടെ ഫാമിലിയിൽ വല്യപ്പച്ചനും വല്യമ്മച്ചിയാണ് ആദ്യം 50th സെലിബ്രേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നിങ്ങളും ഇനിയും അടുത്ത ലിസ്റ്റിൽ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഡാഡി മമ്മിയും 9 വർഷം ഒരുമിച്ച്, അതൊരു ഭയങ്കര ലോങ് ടൈമാണ്. ഡാഡിയിൽ നിന്നും മമ്മിയിൽ നിന്നും ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡാഡി ഭയങ്കര പൈസ സേവ് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്നുള്ളത് ഡാഡിക്ക് നന്നായിട്ട് അറിയാം. മമ്മിക്ക് പൈസ എങ്ങനെയാണ് ചിലവാക്കേണ്ടതെന്നുള്ളത് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ സേവ് ചെയ്യേണ്ട സമയത്ത് സേവ് ചെയ്യാനും ചിലവാക്കേണ്ട സമയത്ത് ചിലവാക്കാനും ആവശ്യമില്ലാണ്ട് ചിലവാക്കാനും ആവശ്യമില്ലാണ്ട് സേവ് ചെയ്യാനും എല്ലാം മിക്സായിട്ട് ഞാൻ പഠിച്ചു. പക്ഷേ ഡാഡിയിൽ നിന്ന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോൾ സോഷ്യലായിട്ട് ബാക്കിയുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണത് ബിഹേവ് ചെയ്യേണ്ടത്, മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നെല്ലാം ശരിക്കും ഞാൻ ഡാഡീനെ കണ്ടു തന്നെയാണ് പഠിച്ചത്. പെട്ടെന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി കഴിയുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എസ്പെഷ്യലി ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് ഫാമിലിയിലുള്ളവരോ കൂടെയുള്ളവരോ ഫ്രണ്ട്സോ അങ്ങനെയുള്ളവരുടെ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാലൊക്കെ ഡാഡി പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന രീതി അത് ഞാൻ ഒത്തിരി കണ്ടുപഠിച്ചിട്ടുണ്ട്. എങ്ങനെ മറ്റുള്ളവരെ ഒന്ന് കൺസിഡർ ചെയ്യുക, അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക എന്നുള്ളതെല്ലാം ഞാൻ ഡാഡിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. മമ്മിയിൽ നിന്നും ഇതുപോലെ തന്നെ
എങ്ങനെയാണ് പൈസ ചിലവാക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് മക്കളെ അത്രയും സ്നേഹിക്കുക. മമ്മി ഞങ്ങൾ 3 പേരും സ്നേഹിക്കണ പോലെ ഞാൻ കണ്ടിട്ടില്ല ഇത് ആരും സ്നേഹിക്കണത്. മമ്മിക്ക് വേറെ ലോകമില്ല. മമ്മിക്ക് ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ ഫാമിലി മാത്രമേ ഉള്ളൂ. പുറത്തുള്ളൊരു ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്കിയുള്ളവരെ വിളിച്ച് പരദൂഷണം പറയുകയോ അങ്ങനെയുള്ള ലൂസ് ടോക്സിനൊന്നും മമ്മി പോകാറില്ല. അത് മമ്മീനെ ഹാറ്റ്സ് ഓഫ് ടു യു മമ്മി, ഐ ലവ് യു. ഡാഡിയും അതുപോലെ തന്നെ എന്താ പറയുക, 2 പേരും ഒത്തിരി കഷ്ടപ്പെട്ടു. ഡാഡി പാടത്തും ഒക്കെ ഒത്തിരി പണിയെടുത്ത് എല്ലാവരും എന്നോട് പറയാറുണ്ടായിരുന്നു, മോനെ നന്നായിട്ട് പഠിച്ചോണം, ഡാഡിയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട വളർത്തണമെന്നൊക്കെ. എന്തായാലും ഇത്രത്തോളം ദൈവം നടത്തി, ഇത്രത്തോളം നിങ്ങളെ ആരോഗ്യപരമായിട്ട് ദൈവം കാത്തു സൂക്ഷിച്ചു. അപ്പോൾ എൻ്റെയും മിച്ചുവിൻ്റെയും ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. അതുപോലെ ഇപ്പോൾ ഈ പ്രായത്തിലും ദൈവം ആരോഗ്യപരമായിട്ട് നിങ്ങളെ കാത്തു പരിപാലിക്കുന്നു. അത് ഒരു ദൈവത്തിൻ്റെ കരുതൽ തന്നെയാണ്. അല്ലെങ്കിൽ മിച്ചുവിനെ ഇപ്പോൾ കൂടെയുള്ള സമയത്ത് നോക്കാനും എല്ലാം അമ്മയ്ക്കും ദൈവം കൃപ നൽകുന്നുണ്ടല്ലോ, അത് വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ മിച്ചുവിൻ്റെ വിസയും കാര്യങ്ങളെല്ലാം റെഡിയായി മിച്ചു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത ടാസ്ക് മമ്മീനെയും ഡാഡീനെയും ഇങ്ങോട്ട് ന്യൂസിലാൻഡിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ കുഞ്ഞേച്ചിയും കൊച്ചേച്ചിയും എല്ലാവരും ന്യൂസിലാൻഡിലോട്ട് വരിക എന്നുള്ളതാണ് എൻ്റെ വേറൊരു മനസ്സിലുള്ള ആഗ്രഹം. അത് നടക്കുമെന്ന് ഞാനും വിചാരിക്കുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം. മമ്മിക്കും ഡാഡിക്കും വൺസ് മോർ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. കൊച്ചേച്ചി പറഞ്ഞ പോലെ ദൈവമക്കളായിട്ട് വളർത്തുവാനായിട്ട് കുഞ്ഞിലേ മുതൽ അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. ഇപ്പോൾ എനിക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ദൈവത്തിൽ ആശ്രയിക്കാനുള്ളൊരു ഭയങ്കര ഉറപ്പ്, ദൈവം നടത്തുമെന്നുള്ളൊരു അത്ര ഉറപ്പ് നിങ്ങളെ കണ്ടിട്ട് തന്നെയാണ് കിട്ടിയത്. എന്തായാലും സന്തോഷമായിട്ട്, പല പ്രശ്നങ്ങളുണ്ടായാലും സന്തോഷമായിട്ട് ഇരിക്കുന്നതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ പല കുടുംബത്തിലും ചേട്ടനും അനിയനും ഒക്കെ തമ്മിൽ ഭയങ്കര വഴക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട്. പക്ഷേ അമ്മയും ഡാഡിയും ചാച്ചനും, വലിയ ചാച്ചനും കുഞ്ഞു ചാച്ചനും, അതുപോലെ തന്നെ അമ്മാമ്മയും വലിയ ചാച്ചനും പ്രസാദാച്ചനും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ തന്നെയായിരുന്നു ഇരുന്നത്. അപ്പോൾ അതും വലിയൊരു കാര്യമാണ്, എല്ലാവരും സ്നേഹത്തോടെ ഇരിക്കുക എന്നുള്ളത്. അതും ഞങ്ങൾ ഒത്തിരി കണ്ടുപഠിച്ച കാര്യമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക്സ് ടു God to give a beautiful, wonderful parents like you both. അപ്പോൾ once more happy wedding anniversary. Love you both a lot.